വൈഷ്ണവ ജനതോ എന്ന് തുടങ്ങുന്ന ഒരു പാട്ട് ഗാന്ധിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിൽ പറയുന്ന വിഷയം, ആരാണ് ദൈവത്തിൻ്റെ ആൾ? പരപീഠ അറിയുന്നവൻ, മറ്റുള്ളവൻ്റെ പ്രയാസം അറിയുന്നവൻ, അവനാണ് ദൈവത്തിൻ്റെ ആൾ. മറ്റുള്ളവൻ്റെ ദുഃഖത്തിൽ ഉപകാരം ചെയ്യുന്നവർ, എന്നാൽ അങ്ങനെ ചെയ്യുന്നുവെന്ന് അഭിമാനമില്ലാത്തവർ എന്ന മീനിങ്ങാണ് അതിൽ വരുന്നത്. ആ പാട്ട് ഗാന്ധിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നുള്ളതാണ്. ഈ മറ്റുള്ളവരുടെ ദുഃഖത്തിൽ അറിയുക എന്ന് പറയുമ്പോഴേ എനിക്കൊരു എക്സ്പീരിയൻസ് പറയാനുണ്ട്. ഓക്കെ. യൂസുഫ് ഭായ് പല പല ചാരിറ്റി പ്രവർത്തനങ്ങളും മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. ഒരു ദിവസം ഒരാൾ എന്നെ വിളിച്ചു ചോദിച്ചിട്ട്, എടോ യൂസുഫ് ഭായ് സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യുന്നതിനെ കുറിച്ച് തനിക്കെന്താ അഭിപ്രായം ചോദിച്ചു. അപ്പം ഞാൻ എന്താ നിങ്ങൾ ഇങ്ങനെ ചോദിക്കണം? അല്ല, ചോദിച്ചു എന്ന് മാത്രം, താനുമൊക്കെ ചെയ്യുന്നുണ്ടല്ലോ ഇടയ്ക്കെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞേ, ഈ ആള് എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യം, ആളുടെ ഇൻറ്റൻഷൻ എന്താണ് എന്നുള്ള കാര്യം ആൾക്കും ആളുടെ പടച്ചവനും മാത്രമേ അറിയാവൂ. നമ്പർ 1. നമ്പർ 2, ഞാൻ പറഞ്ഞേ, നിങ്ങൾ യൂസഫ് അലിയുടെ മുഖത്താണോ നോക്കിയത്, അത് വാങ്ങിച്ച ആളുടെ മുഖത്താണോ നോക്കിയത്? പുള്ളിയൊന്നും മിണ്ടുന്നില്ല. ഞാൻ പറഞ്ഞു, നിങ്ങളെ വാങ്ങിച്ച ആളുടെ മുഖത്ത് നോക്കണം. അയാൾക്കൊരു ഭയങ്കര വലിയൊരു ഹാപ്പിനെസ് അതിൻ്റെ അകത്ത് കിട്ടിയിട്ടുണ്ട്. അത് കൊടുക്കാൻ യൂസഫ് അലിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ചില്ലറ കാര്യമില്ല. ഞാൻ പറഞ്ഞ ആളൊരു വിശ്വാസിയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പള്ളികളിൽ ഒരുപാട് നേരം പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത്, ദൈവത്തിന് ഇഷ്ടം ഒരവൻ്റെ പ്രശ്നത്തിൽ ഇടപെട്ട് ആ പ്രശ്നം പരിഹരിക്കുന്നതും ദൈവത്തിന് ഇഷ്ടമാണ്. ഒരാൾ സ്പിരിച്വൽ ആവുക പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ആളുകളുടെ മനസ്സിൻ്റെ ഉള്ളിൽ സന്തോഷത്തിൻ്റെ ഒരു ചെറു കിരണം പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നുണ്ടോ, അത് അയാളുടെ ജീവിത നിയോഗത്തിൻ്റെ വിജയമാണ്.